എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അടുപ്പമുള്ളൊരു വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മടി അല്ലെങ്കിൽ ലേസിനെസ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും, പക്ഷേ ചെയ്യാൻ മനസ്സില്ലാത്തൊരവസ്ഥ വരും. അതിനെയാണ് മടി എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ ഈ മടി ഒഴിവാക്കാമെന്നത് കുറച്ച് സിമ്പിൾ ടെക്നിക്കുകളിലൂടെ നോക്കാം. ഞാൻ ഈ പറയുന്ന 7 എളുപ്പ ടെക്നിക്കുകൾ ഫോളോ ചെയ്താൽ മടി പിന്നെ നാളേക്ക് തന്നെ പോയെന്ന് വരും. സത്യത്തിൽ ഈ മടി ഉണ്ടാകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ഉത്സാഹമില്ലായ്മ, മനസ്സിലിതെനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ, മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നൽ, അങ്ങനെ അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്യാനുള്ള താല്പര്യം. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാനാകും. ഞാൻ പറയുന്ന ഈ സിമ്പിൾ ടെക്നിക്കുകൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക. അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുക. വലിയ ജോലികൾ ചെറുതാക്കി ഒന്ന് മാറ്റി നോക്കൂ. വീട്ടമ്മമാരെ സംബന്ധിച്ച് ചെയ്താലും ജോലി തീരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എപ്പോഴും കേൾക്കാൻ കഴിയുക. ഇനിയിപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ 3 മണിക്കൂർ പഠിക്കണമെന്ന് വിചാരിക്കുന്നതിന് പകരം 20 മിനിറ്റ് വീതം 3 റൗണ്ട് പഠിക്കാമെന്നൊന്ന് തീരുമാനിച്ച് നോക്കൂ. ചെറുതായി തുടങ്ങുമ്പോൾ ഭയം കുറയും, എനർജി കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് 5 മിനിറ്റ് റൂള്. ഈ ആരംഭിക്കാനുള്ളൊരു മനസ്സില്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കൂ. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് തുടങ്ങി നോക്കൂ. ആ 5 മിനിറ്റിന് ശേഷം നമുക്ക് നിർത്താനാവില്ല. ചെറുതായി തുടങ്ങി ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. അതായത് ഒരു ധാരണക്കുറവ് ഒഴിവാക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ മനസ്സ് തെന്നിപ്പോകുന്നത് പ്രധാനമായും ഫോൺ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകും. ഒരു 15 മിനിറ്റെങ്കിലും ഫോൺ എയർപ്ലെയിൻ മോഡിലൊന്ന് വച്ച് നോക്കൂ. നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് സ്മോൾ റിവാർഡ്. അതായത് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകുക. നമ്മളെല്ലാവരും തന്നെ ചെറിയ ചെറിയ റിവാർഡുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനാൽ ഒരു 10 മിനിറ്റ് ജോലി ചെയ്താൽ അല്ലെങ്കിൽ 10 മിനിറ്റ് വായിച്ചാൽ 10 മിനിറ്റ് യൂട്യൂബ് കാണാം എന്നൊരു ചെറിയ പ്രോത്സാഹനം വേണമെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഗെറ്റ് മൂവിങ്, ചലനം തുടങ്ങുക. പലപ്പോഴും ശരീരം മന്ദമാകുമ്പോൾ നമ്മുടെ മനസ്സ് എന്തായി പോകും,